കോപ്പിയടി എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. സിനിമയിൽ താല്പര്യമുള്ളവരും സിനിമ എഴുതാൻ ആഗ്രഹിക്കുന്നവർ കാഷ്വലായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ സംഭാഷണം എങ്ങനെയാണ് എഴുതേണ്ടത്, പടം എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നത്, പിന്നെ നമ്മളെങ്ങനെയാണ് ഒരു സീൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ആ സീൻ എങ്ങനെയാണ് ഷോർട്ടായിട്ട് മാറ്റുന്നത്, ഇത് മൊത്തം ഇതെങ്ങനെയായിട്ട് സിനിമയായിട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ചിത്രകഥകൾ, കോമിക്സ് വായിക്കുക എന്നുള്ളതാണ്. ലോക പ്രശസ്ത സംവിധായകരായിട്ടുള്ള സ്പീൽബർഗിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സ്പീൽബർഗ് പറയുന്നുണ്ട്, വെനെവർ വി ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് ന്യൂ ഐഡിയാസ് വി യൂഷ്വലി റെഫർ ടു കോമിക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ആലോചിച്ചു, അപ്പോൾ സ്പീൽബർഗിനെ പോലത്തെ ഒരു സംവിധായകൻ തുറന്നു പറയുകയാണ്, ഞങ്ങൾ കോമിക്സ് റെഫർ ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്, അതിൻ്റെ അകത്തുനിന്നുള്ള ഇൻസിഡൻസ് ഇവരെ ഇൻസ്പയർ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ സ്റ്റഡി ചെയ്ത് ഇപ്പം സ്പീൽബർഗ് മാത്രമല്ല, സ്പീൽബർഗിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജോർജ് ലൂക്കസ് അദ്ദേഹത്തിൻ്റെ ILM ഇൻഡസ്ട്രിയൽ ലൈറ്റ് ആൻഡ് മാജിക് എന്ന് പറഞ്ഞ വിഷ്വൽ എഫക്ട്സിന് വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സ്റ്റുഡിയോ, ഈ സ്റ്റുഡിയോയുടെ എംബ്ലമായിട്ട് മോണോഗ്രാമായിട്ട് ഇവർ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് മാൻഡ്രേക്ക് എന്നുള്ള പേര് ഇവർ പറയുന്നില്ല, പക്ഷേ മാൻഡ്രേക്കിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു മാന്ത്രികൻ, അതായത് ടോപ്പ് ഹാറ്റ്, ഒരു സിൽക്ക് ഹാറ്റ് ധരിച്ചിട്ട് പുറകിൽ കെയ്പ്പൊക്കെ ഉണ്ട്, കയ്യിലൊരു മാന്ത്രിക ദണ്ട് ഇത് പിടിച്ചിട്ട് മാജിക് വാൻഡൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു മാന്ത്രികൻ, ടിപ്പിക്കൽ പെൻസിൽ കൊണ്ട് വരച്ച പോലത്തെ ഒരു മീശയൊക്കെ ഉള്ള ഒരു മാന്ത്രികൻ്റെ വേഷമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയൽ ഒരു വീലുണ്ടല്ലോ, പൽചക്രം എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു പൽചക്രത്തിൻ്റെ അകത്ത് ഒരു ബൾബ്, ലൈറ്റിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു ബൾബ്, ലൈറ്റ് കത്തുന്നതൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ILMൻ്റെ ആദ്യകാല എംബ്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്പീൽബർഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പീൽബർഗിൻ്റെ പല പടങ്ങളിലും, ഒന്നും രണ്ടും അല്ല, ഉദാഹരണം പറയാൻ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉദാഹരണം മാത്രം പറയാം. ഇൻഡ്യാന ജോൺസ് ഓപ്പണിംഗ് എപ്പിസോഡിൽ തന്നെ ഒരു വളരെ ഹോണ്ടഡായിട്ട് കിടക്കുന്ന ഒരു ഗുഹയ്ക്കകത്ത് കയറുന്നതായിട്ടും അവിടെ നിന്നൊരു ഗോൾഡൻ ഒരു ഹെഡ് എടുക്കുന്നതായിട്ടും ഒക്കെ ഉള്ള സാധനമുണ്ട്. എന്നിട്ട് ഈ ഹെഡ് എടുത്തിട്ട് ഇയാളുടെ സഹായി അങ്ങ് മാറി നിൽക്കുകയാണ്, ഇതിനിടയ്ക്ക് ട്രാപ്പ് ഡോറുകൾ ഇതൊക്കെ ഉണ്ട്, ഇതിലൂടെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടാണ് ഈ സാധനം എടുത്തിട്ട് ഈ സാധനം, അപ്പോൾ ഈ സഹായി പറയാം അതിങ്ങ് ഇട്ടതാ, എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഇങ്ങനെ പറയുമ്പോൾ ഇൻഡ്യാന ജോൺസ്, ഹാരിസൺ ഫോർഡാണ് ആ വേഷം ചെയ്യുന്നത്. വളരെ ഹിറ്റായിട്ടുള്ള സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ടുള്ള പണം വാരി ചിത്രമായിരുന്നു. ഇംഗ്ലീഷ് സിനിമകളിൽ, ഹോളിവുഡ് സിനിമയിൽ വലിയ ട്രെൻഡ് സെറ്ററായിട്ട് വന്ന പടമായിരുന്നു ഇൻഡ്യാന ജോൺസ്. ആ ഇൻഡ്യാന ജോൺസ് ഈ ഹെഡ്, ഈ ഗോൾഡൻ ഹെഡ് ഈ സഹായിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഈ സഹായി ഇത് വാങ്ങിച്ചിട്ട് ഇയാളെ സഹായിക്കാതെ ഇയാൾ പോവുക. അപ്പോൾ ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഫാൻഡത്തിൻ്റെ പഴയ ഒരു കോമിക്കിൽ, അതും 1940s കാലഘട്ടത്തിലുള്ള പൈറേറ്റ്സ് എന്ന് പറയുന്ന ഒരു കോമിക്കിൽ ഇതേപോലത്തെ സീൻ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇൻഡ്യാന ജോൺസിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നപ്പം ഇൻഡ്യാന ജോൺസ് ആൻഡ് ദ ടെമ്പിൾ ഓഫ് ഡൂം എന്ന് പറയുന്ന പടം വന്നപ്പോൾ അതിൽ പല സീനുകളും, അതിൻ്റെ അകത്തൊരു അമരീഷ് പുരി വില്ലനായിട്ട് വരുന്നൊരു പോർഷനിൽ ആദ്യത്തെ തുടക്ക സമയത്ത് വരുന്നൊരിതാണ്. അമരീഷ് പുരി ഒരു ഇന്ത്യയിൽ വെച്ചെടുത്തിരിക്കുന്ന ഒരു പടമാണ്, ഇന്ത്യയിൽ നിരോധിക്കപ്പെടുകയും ചെയ്ത ഒരു പടമാണത്. ഇന്ത്യക്കാരെ കുറച്ച് മോശമായിട്ടൊക്കെ കാണിക്കുന്ന ഒരു പടമായിരുന്നു ഈ ടെമ്പിൾ ഓഫ് ഡൂം എന്ന് പറയുന്നത്. അതിൽ അമരീഷ് പുരി ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ഒരാളാണ്. പുള്ളി ദുർമന്ത്രവാദവും ഇതൊക്കെ ആയിട്ട് ഒരു മനുഷ്യനെ എൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈ കടത്തിയിട്ട് ഹൃദയം ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലത്തെ സീനുമൊക്കെ ഉണ്ട്. നമുക്ക് സഹിച്ചിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സീനുകളൊക്കെയാണ്. ഇന്ത്യക്കാരെ മോശമായിട്ട് കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പടം നിരോധിച്ചത്. അതിൽ വേറൊരു മനുഷ്യനെ ഒരു കൂട്ടിനകത്തിട്ടിട്ട്, ഒരു അഴികൾക്കുള്ളിലിട്ടിട്ട് ഇങ്ങനെ തിളച്ചു മറിയുന്ന ലാവയിലേക്ക് മുക്കുന്നതായിട്ടുള്ളൊരു സീനുണ്ട്. അതും നമുക്ക് കണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. സെൻസറിന് പ്രോബ്ലമൊക്കെ വരുന്നൊരു സീനാണ്. ആ സാധനം, ആ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും മാൻഡ്രേക്ക് ദ മജീഷ്യൻ്റെ ദ ബ്ലാക്ക് വിസാർഡ് എന്ന് പറഞ്ഞൊരു കോമിക്കുണ്ട്. അതിൻ്റെ അകത്ത് ഈ സീൻ അതുപോലെ തന്നെയുണ്ട്. അതുപോലെ ഇൻഡ്യാന ജോൺസിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇൻഡ്യാന ജോൺസ് ഇങ്ങനെ പിരമിഡുകൾ പോലത്തെ ഒരു സ്ഥലത്ത് ഈ നോഹയുടെ പെട്ടകം തപ്പി പോകുന്നൊരു സീനുണ്ട്. അതിൽ വലിയൊരു ഇതിൻ്റെ അകത്തേക്ക്, ഈ പിരമിഡിൻ്റെ ഉള്ളിലേക്ക്, പിരമിഡ് പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഉള്ളിലേക്ക് ഈ
ഇത് ഉപയോഗിച്ചിട്ട് കയർ ഉപയോഗിച്ചിട്ട് പുള്ളി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റും ഇങ്ങനെ പാമ്പ് കിടക്കുകയാണ്. പാമ്പുകൾ, ഒരു പാമ്പല്ല, പല പല ഒരു കൂട്ടം പാമ്പുകൾ കിടക്കുന്നു. പുള്ളി വന്ന് വീഴുന്ന അല്ല ചാടുന്ന ഇതിൻ്റെ നടുക്കോട്ടാണ്. അപ്പോൾ പുള്ളിയുടെ നേരെ ഇങ്ങനെ പാമ്പ് നിൽക്കുന്ന സാധനം, അതും ഈ ബ്ലാക്ക് വിസാർഡ് എന്ന് പറയുന്ന മാൻഡ്രേക്കിൻ്റെ ചിത്രകഥയിലുള്ളതാണ്. അത് ഫ്രെയിം ടു ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ പടം കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സാധനം കൂടെ കണ്ടു കഴിഞ്ഞാലാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്പിറേഷൻ. ശരിക്ക് ഈ കോമിക്സിൻ്റെ ഒക്കെ ഉത്ഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാമ്പത്തിക സൗകര്യമില്ല. അല്ലെങ്കിൽ സ്റ്റുഡിയോയുമായിട്ട്, ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളാണ് ഈ സിനിമ നിയന്ത്രിക്കുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഈ കഥ കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ച് സിനിമ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ലാത്തവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ, അവർക്ക് കലാപരമായ കഴിവ് കാണും, എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉള്ള കഴിവുകളുള്ളവരായിരിക്കും. ഇവർ ഇത് ചിത്രകഥാ രൂപത്തിലാക്കും. അതായത് ഇപ്പോൾ സിനിമ ചെയ്യുന്നവരെ ഇതിൻ്റെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നത് പോലെ ഈ ചിത്രകഥാ രൂപത്തിലാക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സീൻ ആദ്യം സെലക്ട് ചെയ്യുന്നൊരു നല്ല കഥയാണ്. അത് കഥ എവിടെ നിന്നും എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥയാകാം, ഇനി അതല്ലെങ്കിൽ പുരാണത്തിൽ നിന്നോ ഇതിഹാസത്തിൽ നിന്നോ ഒക്കെ എടുക്കുന്ന കഥകളാകാം, നാടോടി കഥകളിൽ നിന്നാകാം, അറബിക് കഥകളിൽ നിന്ന്, അങ്ങനെയുള്ള പല ഇതിൽ നിന്ന് കഥകൾ എടുത്തിട്ട് ആ കഥ ഇവർ ഓരോരോ സീനായിട്ട് തിരിച്ചിട്ട് ആ സീൻ തന്നെ ഡിവൈഡ് ചെയ്ത് ഷോട്ടുകളായിട്ട് മാറ്റുന്നത്. ഇതെങ്ങനെയാണെന്നുള്ള പഠിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഈ ചിത്രകഥകൾ പഠിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ അത് തമാശ മട്ടി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഉഴപ്പി ചെയ്യുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ചിത്രകഥകൾ എന്ന് പറയുന്നത് അത് കിങ് ഫീച്ചേഴ്സ് സിൻഡിക്കേറ്റ് പോലുള്ള സിൻഡിക്കേറ്റുകൾ ഇവരൊക്കെ ചെയ്തിരുന്ന മാൻഡ്രേക്കിൻ്റെ കഥയൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇനി തുറന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ മാൻഡ്രേക്ക് എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെ ഉണ്ടായി, മാൻഡ്രേക്ക് അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. മാൻഡ്രേക്ക് ദ മജീഷ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലീ ഫോക്ക് എന്ന് പറയുന്ന ഒരു ആളാണ്. ഇദ്ദേഹം 19ാമത്തെ വയസ്സിൽ, അല്ലെ അതിനു മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നാടകങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതുകയും അഭിനയിക്കുകയും നാടകം സംവിധാനം ചെയ്യുകയും ചെറുകഥകൾ എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്, അമേരിക്കനാണ്. അങ്ങനെ അദ്ദേഹം 19 വയസ്സായപ്പോൾ പ്ലാനിട്ട ഒരു പുതിയ ഐഡിയ ആയിരുന്നു ചിത്രകഥ എന്ന് പറഞ്ഞാൽ. ചിത്രകഥകൾ അതിനു മുമ്പും ഉണ്ട്, പക്ഷേ ഈ ചിത്രകഥയിൽ ഒരു സ്ഥിരമായിട്ട് വരുന്ന ഒരു കഥാപാത്രം, ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ വേണം. അങ്ങനെ ആലോചിച്ചിട്ട് അദ്ദേഹം ലീ ഫോക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു കഥാപാത്രമാണ് മാൻഡ്രേക്ക് ദ മജീഷ്യൻ എന്ന് പറയുന്നത്. അത് ഈ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിൽക്ക് ഹാറ്റ്, ഒരു തൊപ്പി, സിൽക്ക് തൊപ്പിയും പുറയിലേക്കൊരു കേപ്പ്, റെഡ് ലൈനിങ് ഉള്ളൊരു കേപ്പ്, കയ്യിൽ മാജിക് ബാൻഡ്, ഇതൊക്കെ പിടിച്ചിട്ട് പെൻസിൽ കൊണ്ട് വരച്ച പോലത്തെ മീശയൊക്കെ ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. ഇയാളുടെ കഴിവുകളെന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് അടുത്ത്, അല്ലെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇയാൾ പറയുന്ന പോലെ, മാൻഡ്രേക്ക് പറയുന്നത് പോലെ അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുക. ഒരു കള്ളം ചെയ്തിട്ട് വരുന്ന ഒരാളിൽ നിന്ന് മാന്ത്രികമായ അംഗവിക്ഷേപങ്ങൾ കാണിച്ചിട്ട് ഇയാളെ ഈ മന്ത്രശക്തിക്ക് അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കഴിയും. എന്നിട്ട് ഇയാൾ കണ്ട കാഴ്ചകൾ ഭിത്തിയിലേക്ക് ടെലിപ്പത്തിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കും കാണാൻ പറ്റും. ഇയാൾ കണ്ടയാൾ, അതായത് സാക്ഷിയായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യത്തിനോ ഒക്കെ സാക്ഷിയായിട്ട് നിന്ന ഒരാൾ ഇയാൾ എന്താണ് കണ്ടത്, നമ്മൾ മഷിയിട്ട് നോക്കുക എന്ന് പറയില്ലേ, അതിൻ്റെ വേറൊരു ഫോം. ഇത് ഇങ്ങനെ ഭിത്തിയിലേക്ക് ഈ സാധനം പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇയാൾ എന്താണ് കണ്ടത്, അതിലെ ആരായിരുന്നു ഈ മോഷ്ടിച്ച ഒരു ക്ലോസ് സർക്യൂട്ട് ടി-വിയുടെ ഒരു ഫ്രെയിം എടുത്ത് കാണിക്കുന്ന പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഴിവുകളുള്ള ഒരു മാൻഡ്രേക്ക് ദ മജീഷ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. അത് കിങ് ഫീച്ചേഴ്സ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലൂടെ ഇത് സിൻഡിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പല പല പ്രസിദ്ധീകരണങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കും. അങ്ങനെ ലോകത്തിൻ്റെ മൊത്തം ഇതിൽ 800-ലധികം ഭാഷകളിലായിട്ട് ഓരോ ദിവസവും ഡെയിലി സ്ട്രിപ്പുകളുണ്ട്. ഇതുകൂടാതെ സൺഡേ ഒരു 1/4 പേജ് വരത്തക്ക രീതിയിൽ, അതായത് മാഗസിനുകളുടെയൊക്കെ ഒരു ഫുൾ പേജ് വരത്തക്ക വലുപ്പത്തിലുള്ള അങ്ങനെ പാനൽ വരുന്നു. ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിപ്പ് മാത്രമായിട്ട് ആയിരിക്കും വരുന്നത്. അത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഈ കഥകൾ പോപ്പുലാരിറ്റി, വളരെയധികം പോപ്പുലാരിറ്റി നേടി. ഈ 800-ലധികം ഭാഷകളിലായിട്ട് ലോകത്ത് അതിൻ്റെ കണക്ക് 10 മില്യൺ ആൾക്കാർ ഡെയിലി ഇത് വായിക്കുമായിരുന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കൊള്ളാം, സാധനം കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം, അപ്പോൾ ഈ മാൻഡ്രേക്കിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പോരാഴിക എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്ത് ചെയ്താലും ഈ മാന്ത്രികമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തും ഇയാൾക്ക് വശപ്പെടുത്താനായിട്ട് പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മാന്ത്രിക ശക്തികളൊന്നുമില്ലാത്ത, സൂപ്പർ പവേഴ്സ് ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രത്തിനെ കൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതാണ് ഫാൻഡം എന്ന് പറയുന്നത്. ഇത് ഫാൻഡം. മാൻഡ്രേക്കിൻ്റെ കഥകൾ അന്ന് മലയാള പത്രങ്ങളിലും വരുമായിരുന്നു. കേരള ധ്വനി, കേരള ഭൂഷണം, പിന്നെ മനോരമ,
മലയാള മനോരമ, ദീപിക, ഇതിലൊക്കെ ഈ ഡെയിലി സ്ട്രിപ്പും അല്ലാതെ വീക്ക്ലി വരുന്ന സൺഡേ ഇത് സ്ട്രിപ്പായിട്ടും വരുന്ന കഥകളുണ്ടായിരുന്നു. അതൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് വായിച്ച ഒരു ബാല്യം, കൗമാരം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് ഓർമ്മയിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ടാമതായിട്ട് തയ്യാറാക്കിയ ഒരു സൂപ്പർ ഹീറോയാണ് ഈ ഫാൻഡം എന്ന് പറയുന്നത്. ഈ ഫാൻഡത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും കഥകളെന്ന് പറഞ്ഞാൽ അവർ ഇതിനാദ്യം മാൻഡ്രേക്കിൻ്റെ കഥ മാൻഡ്രേക്കിൻ്റെ മറ്റേ കഥ ലീഫാക്ക് തന്നെ എഴുതുകയും വരയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുള്ളിയുടെ വര എത്ര പോരാന്ന് പുള്ളിക്ക് തന്നെ അറിയാമായിരുന്നതുകൊണ്ട് ഫിൽ ഡേവിസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ സഹായം തേടി അങ്ങനെ 30 വർഷത്തോളം ഫിൽ ഡേവിസാണ് മാൻഡ്രേക്ക് ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർട്ടൂൺ ഈ കോമിക് സ്ട്രിപ്പ് വരച്ചിരുന്നത്. ഫിൽ ഡേവിസ് മരിച്ചതിന് ശേഷം 65 മരിച്ചതിന് ശേഷം ഫ്രെഡറിക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഈ മാൻഡ്രേക്കിൻ്റെ വര ഏറ്റെടുത്തു. കുറേ കൂടെ ഭംഗിയുള്ളൊരു മാൻഡ്രേക്കൊക്കെ ആയിട്ട് മാറി. വളരെ രസകരമായിട്ടുള്ള കഥകളായിരുന്നു അത്. മാൻഡ്രേക്ക് മാന്ത്രികൻ എന്നതിനോടൊപ്പം തന്നെ വലിയൊരു ക്രൈം ഫൈറ്ററും കൂടിയായിരുന്നു. കുറ്റകൃത്യം എവിടെ ഉണ്ടെങ്കിലും അതിനെതിരായിട്ട് പോരാടുന്ന, ഫാൻഡം അങ്ങനെ തന്നെയാണ്, കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന വളരെ നല്ല മനുഷ്യരായിരുന്നു. ഈ കോമിക്സ് വായിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നതൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള, നല്ല സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാഷയായിരിക്കും, എക്സെപ്റ്റ് വില്ലന്മാർ. ഈ മാൻഡ്രേക്ക്, ഫാൻഡം അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങൾ, നല്ലവരായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ നല്ല ഭാഷ സംസാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഈ കോമിക്സ് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ബലൂൺ എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ ചെറിയ വട്ടത്തിൽ ഇതിൻ്റെ ഡയലോഗുകൾ കൊടുക്കും. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ദീർഘചതുരാകൃതിയിൽ കൊടുത്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ ഈ ഡയലോഗുകൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് മലയാളത്തിലേക്ക് ഇതാക്കുമ്പം ഈ ഡയലോഗുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കാറാണ് പതിവ്. സൺഡേ സ്ട്രിപ്പിലും മറ്റൊക്കെ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ മാറ്റിയിട്ട് അവിടെ മലയാളത്തിൽ ചേർത്തിട്ട്, ആ ഇംഗ്ലീഷ് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ മലയാളത്തിൽ ഇത് ചേർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള, കുറച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു ഓർമ്മയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.